നമ്മളെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. കാണാനും നമുക്ക് പാട്ടൊക്കെ പാടിത്തരാൻ ഒരാള് വന്നിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്റർ റൗണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ദേവരാഗങ്ങൾ. മാസ്റ്ററിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യയാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. മാസ്റ്റർ നമ്മളെയൊക്കെ വിട്ട് പോകുന്നതിനും ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാഷ് പോകുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ആ ഒരു അവസാന കാലഘട്ടം ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ആളുകളിൽ ഒരാളാണ് ഡോക്ടർ രശ്മി. ഓക്കെ, അവ രശ്മി ചേച്ചി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് മാസ്റ്ററെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചേച്ചിയോട് ചോദിക്കാം. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ രശ്മി. ഹായ് ചേച്ചി, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പൊ ദേവരാജ മാസ്റ്ററെ കുറിച്ച് ശരത് സാറിന് ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ മാഷിന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. എങ്ങനെയാണ് ഇപ്പൊ മാസ്റ്റർ ആണെങ്കിലും ചേച്ചിയുടെ അടുത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ആ ഒരു ഫസ്റ്റ് മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് MBBS ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാസ്റ്റർ ഒരു പ്രോഗ്രാമിനായിട്ട് ഖത്തറിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ വെക്കേഷൻ സമയത്ത് അവിടെ വീട്ടിലേക്ക് ഖത്തറിൽ പോയ സമയത്താണ് മാസ്റ്റർ അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചതൊക്കെ. അപ്പോൾ അവിടെ വെച്ചാണ് മാസ്റ്റർ ആദ്യമായിട്ട് എൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയ സമയത്ത് പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞ് മാസ്റ്റർ പോയി. ട്രിവാൻഡ്രത്ത് ചെന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു അവിടെ. അപ്പോൾ KPSCയുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട്, നാടകഗാനത്തിന് വേണ്ടിയിട്ട് പാടാനായിട്ട് അവർ ഫീമെയിൽ സിംഗറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ മാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്ന മധുചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇങ്ങനെ പറഞ്ഞത്, മാസ്റ്റർ രശ്മി ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് വിളിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വിളിച്ചു. അങ്ങനെ മാസ്റ്ററിനെ ഡയറക്റ്റ്ലി വിളിക്കുക ചെയ്തത്. അങ്ങനെ ഞാൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് പോയി. മാസ്റ്റർ കരമനയിലാണ് താമസിച്ചിരുന്നത് ട്രിവാൻഡ്രത്ത്. അങ്ങനെ അവിടെ പോയി. അങ്ങനെയാണ് മാസ്റ്റർ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാള് ഫസ്റ്റ് പോയ എക്സ്പീരിയൻസ് ഞങ്ങൾ കേട്ടു. അധികം പറയാം. പക്ഷെ എനിക്കിപ്പോ രശ്മി പറയുമ്പോ എനിക്ക് ഒരു സംഭവത്തിൽ ചിരി വന്നു. ഞാൻ MBBS ചെന്നൈയിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. മാസ്റ്റർ ഖത്തറിൽ വന്നു. അത് എന്താണ് അതിന്റെ കണക്ഷൻ എന്ന് അറിഞ്ഞൂടാ. ഞാനിവിടെ ചെന്നൈയിലുണ്ടായിരുന്നു, മാസ്റ്റർ കൊയിലാണ്ടിയിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോ അത് എങ്ങനെയായിരുന്നു പിന്നാണ് ഒരു പ്രോഗ്രാമിനായിട്ട് ആയിക്കോട്ടെ. അല്ല, അത് കണക്ട് ചെയ്തില്ല, ഞാൻ പേടിച്ചു പോയി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മാഷിന്റെ കൂടെയുള്ള ഒരു റെക്കോർഡിംഗ് സെഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, മാഷ് എങ്ങനെയാണ് മാഷ് പറഞ്ഞു തരുമ്പോ, ഒന്നാമത് മാഷിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. നല്ല മനുഷ്യനാണെങ്കിലും ഇച്ചിരി ചൂടനുമാണ്. നമുക്ക് പെട്ടെന്ന് അപ്പോൾ മാസ്റ്റർ പഠിപ്പിക്കാൻ വിളിച്ച സമയത്ത് ഈ KPSCയുടെ വർക്കിനാണ് ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിരുന്നു, നീ വർക്ക് ചെയ്യണോ, നീ പാട്ട് പാടാൻ വന്നതാണോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ സംഗീതത്തിന് വേണ്ടി തന്നെ ഞാൻ നിൽക്കുകയാണ്, അതുകൊണ്ട്. അപ്പം മാസ്റ്റർ പറഞ്ഞു, ജോലി വിടണമെങ്കിൽ നിനക്ക് ജോലി വിടാം, എന്നിട്ട് എൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഈ ഒരു നാടകഗാനം ആക്ച്വലി തരങ്കിണിയിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. ആ സമയത്ത് ഇത് പാട്ട് പാടിക്കഴിഞ്ഞിട്ട് എനിക്കൊരു ഭയങ്കര അതിശയമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിലൊരു ലൈന് പാടിക്കഴിഞ്ഞ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഒരു ലൈന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് മാസ്റ്റർ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പോൾ അതിലൊരു അക്ഷരം മാസ്റ്റർക്ക് ക്ലിയർ ആവുന്നില്ല. സാറിന് അറിയുന്ന പോലെ തന്നെ വളരെ കർക്കശമായിരുന്നു ഈ വാക്കുകൾ, വളരെ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിലൊരു പിറ പോലെ എന്നൊരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ റാ കേൾക്കുന്നില്ല എന്ന് പലതവണ മാസ്റ്റർ പറഞ്ഞു. ഞാൻ പലതവണയും പാടി, പക്ഷെ എന്നിട്ടും മാസ്റ്റർക്ക് അത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ മാസ്റ്റർ അവസാനം എല്ലാം നിർത്തിച്ച് അവസാനം നോക്കിയപ്പോൾ മാസ്റ്റർ സൗണ്ട് എഞ്ചിനീയറോട് പറഞ്ഞിട്ട് എനിക്കറിയില്ല, ഏതോ ഒരു നോബ് എന്തോ തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഏതോ ഒരു ഇൻസ്ട്രുമെന്റ് കട്ട് ചെയ്തപ്പോൾ എൻ്റെ ആ ഒരു അക്ഷരം കേട്ടു. അപ്പോൾ അതൊക്കെ രശ്മിയുടെ ഒരു എതിരാളി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് അതൊക്കെ കണ്ടു നിന്നിരുന്നത്. അതൊക്കെ ഇപ്പോൾ നമ്മൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല സാർ. അപ്പം അങ്ങനെയാണ് അതൊക്കെ കണ്ടു നിന്നിരുന്ന ആ സമയത്ത്. ഭയങ്കര ഒരു ഭാഗ്യം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പൊ എന്തായാലും നമുക്ക് രശ്മി ചേച്ചിയുടെ പാട്ട് കേൾക്കാം അല്ലെ? ഉറപ്പായിട്ടും. ഓക്കെ, ഏത് പാട്ടാ ചേച്ചി പാടാൻ പോകുന്നേ? ഞാൻ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. വണ്ടർഫുൾ സോങ്. ഓക്കെ. രശ്മി ചേച്ചി ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം എത്രത്തോളം ചേച്ചി പാടും എന്നുള്ളത്. അപ്പൊ നേരിട്ട് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഇവിടെയും ഒരുപാട് സന്തോഷം. പിന്നെ ശരത് സാറും മാമും സാറൊക്കെ ഇരിക്കുമ്പോ ഉണ്ടാവുന്ന ചെറിയൊരു പേടി. പേടിയുണ്ട് ചേച്ചിക്ക്? പേടിയും ഞങ്ങൾക്കായിരുന്നു പേടി. ഡോക്ടറല്ലേ അതോ ഡോക്ടറേറ്റ് ആണോ? അല്ലല്ലോ. അല്ല, ഡോക്ടറാണ്, അലോപ്പതി ഡോക്ടറാണ്. എന്റെ അമ്മ, അതാ ഞങ്ങക്ക് പേടി. ഒരു കുത്ത് എന്നാടാ. കുറെ സന്തോഷം കേട്ടോ അത് കണ്ടതില്. കാര്യം കൂടെ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? കൊച്ചി തന്നെയാണോ അതോ ട്രിവാൻഡ്രം? ഞാൻ കൊച്ചിയിലാണ് ഇപ്പോ.
ഒരു കൃഷ്ണ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവരുത്. പ്രാക്ടീസ് ഉണ്ടോ? ഈ ഞാൻ മറ്റേ കുത്തിവെപ്പ് പ്രാക്ടീസ് അല്ല, പാട്ട്. ഉണ്ട് സർ, ഉണ്ട് സർ, പ്രാക്ടീസ് ഉണ്ട്. അത് വിട്ടൊരു അത് വിട്ടിട്ടില്ല. അത് വിടരുത്, കാര്യം അത് നമുക്ക് ദൈവം തന്നിട്ടുള്ളതല്ലേ. അല്ല ശരത് സർ, ഷാനിക്ക, ഇപ്പൊ നമ്മള് നേരത്തെ മാസ്റ്റർ കമ്പോസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞല്ലോ, റാ എന്ന് പറഞ്ഞ ആ ഒരു അക്ഷരം കേൾക്കുന്നുണ്ടായിരുന്നില്ല, അപ്പൊ ഇൻസ്ട്രുമെന്റ് മാറ്റിയപ്പോ അത് കേട്ടു എന്നുള്ള. നിങ്ങക്ക് രണ്ടുപേർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളുടെ പാർട്ടി റായ ഉണ്ടായിട്ടില്ല. ഇല്ല, അത് ഇല്ല. ഇതിപ്പോ ചോദിച്ചത് കൊണ്ടൊരു കാര്യം പറയാൻ പാടും. അത് കുങ്കുമ ചിമ്മിടുന്നങ്ങാണ്ടാണ് പാട്ടിനകത്തുള്ള ലിറിക്ക്. പക്ഷെ അതിന്റെ കൂടെ ഒരു ചെലങ്ക ഉള്ളതുകൊണ്ട് സുങ്കുമ, ഞാനതങ്ങനെ ഗാനമേളകൾക്ക് പാടിയിട്ടുണ്ട്. സുങ്കുമ എന്ന്. അവസാനം എന്റെ അമ്മ എന്തോടാ അത് ഞാൻ കേട്ടിട്ട്, എന്റെ അമ്മ പഴയ മലയാളം BA ആണ്, അങ്ങനെ ഒരു വാക്കില്ലടാ. പിന്നെ അത് ഞാൻ പറഞ്ഞു അത് കുങ്കുമയാക്കി. അതിന്റെ കൂടെ ഒരു ചെലങ്ക ഉള്ളതുകൊണ്ട് സുങ്കുമ അത് കേൾക്കാം. അതങ്ങനെ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു രശ്മി ചേച്ചി, താങ്ക് യു. ഓക്കെ.